കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. കരയരുതീനീമേ മകനേ, ഞാൻ നിൻ കരം പിടിക്കാനായി കൂടെയില്ലേ. പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ധ്യാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് നിക്ഷേപങ്ങൾ, ഡിപ്പോസിറ്റ്. സാമ്പത്തികമായി ഭദ്രതയ്ക്കും ജീവിതത്തിന്റെ സുദൃഢതയ്ക്കും എപ്പോഴും അത്യന്താപേക്ഷിതമാണ് ആരോഗ്യകരമായ ഒരു ഡിപ്പോസിറ്റ്, ഒരു നിക്ഷേപം. മനുഷ്യൻ പലതരത്തിലാണ് നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നത്. മിക്കവാറും എല്ലാവരും തങ്ങൾ ആർജിക്കുന്ന, തങ്ങൾ നേടിയെടുക്കുന്ന തങ്ങളുടെ അധ്വാന ഫലത്തെ സുരക്ഷിതമായി പരിപാലിക്കുകയാണ്. മറ്റ് ചിലരാകട്ടെ തങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് നല്ലൊരു ഭാഗം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കൂടി ചെലവഴിച്ച് സ്നേഹവും സന്തോഷവും ആത്മസംതൃപ്തിയും നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് അതിന് സാധിക്കാറില്ല. ജീവിതത്തെക്കുറിച്ചുള്ള ഭയാശങ്കകൾ, നാളെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം ഒരു വലിയ സമ്പാദനത്തിനും സ്വരൂപിക്കലിനുമായി നമ്മെ പലപ്പോഴും നിർബന്ധിക്കാറുണ്ട്. എന്നാൽ നിക്ഷേപങ്ങൾ എങ്ങനെ, എപ്പോൾ, എത്രത്തോളം എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് അത് എവിടെയാണ് നിക്ഷേപം എന്നുള്ളതാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണെന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ മത്തായി രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. എത്ര അർത്ഥപൂർണമായ വാക്യമാണ്! നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. മനുഷ്യ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു പാഠം അതാണ്. നമുക്ക് വേണ്ടി നാം സ്വരൂപിക്കുമ്പോൾ സ്വാർത്ഥതയിൽ നമ്മുടെ ഹൃദയം മുഴുകിപ്പോവുകയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് കൂടി നാം നിക്ഷേപിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം മറ്റുള്ളവരിലേക്കും വളർന്ന് പന്തലിച്ച് അവർക്ക് കൂടി ഒരു തണൽ കൊടുക്കുകയാണെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ വർദ്ധിച്ചപ്പോൾ, തന്റെ വിളവുകൾ അത്യധികമായി വർദ്ധിച്ചപ്പോൾ തന്റെ സംഭരണശാല പൊളിച്ചു പണിയാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. ഈ വർഷം മറ്റു വർഷങ്ങളെക്കാൾ അധികമായി എന്റെ ധാന്യങ്ങൾ വിളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ ധാന്യപ്പുരകൾ പൊളിച്ച് കൂടുതൽ വിസ്തൃതമാക്കി പണിയുമെന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ ആത്മഗതം ചെയ്യുകയാണ്. അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ചോദിക്കുന്നു: മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നമ്മെ സത്യത്തിൽ തകർത്ത് കളയുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ അപ്രസക്തമായി പോകുന്ന ഒരു വലിയ ചോദ്യമാണത്. നീ അധ്വാനിച്ച് നേടിയ നിന്റെ സമ്പത്ത്, നീ ഏറെ
പ്രയാസപ്പെട്ട് ആർജിച്ച നിന്റെ നിക്ഷേപം നിനക്ക് അനുഭവിക്കാൻ ഇട കിട്ടുന്നില്ല എങ്കിൽ നിന്റെ അധ്വാനം വൃഥാവായി പോകുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. ഇവിടെ പുഴു കെടുക്കുകയും തുരുമ്പ് നശിപ്പിക്കുകയും കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഒരു സുരക്ഷിതത്വവുമില്ല. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകുകയില്ല എന്ന് വചനം നമ്മളോട് പറയുകയാണ്. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ നോമ്പുകാലം നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ നിക്ഷേപങ്ങൾ എവിടെയാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് ത്രാണി ലഭിക്കുന്ന ഒരു നല്ല സമയമായി രൂപാന്തരപ്പെടണം. ഭൗമികമായ ചിന്തകളിൽ ഇഹലോകത്തിന്റെ വിചാരങ്ങളിലും ആസക്തികളിലും കലർന്ന് നാശോന്മുഖമായി പോകുന്ന നിക്ഷേപങ്ങളാണോ നമുക്കുള്ളതെന്ന് ചിന്തിക്കുക. മറുഭാഗത്ത് സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി കൂടി അധ്വാനിച്ച് അതിലേക്ക് നമുക്കുള്ളത് പങ്കുവെച്ച് സന്തോഷവും സൗഭാഗ്യവും സ്വർഗത്തിൽ വലിയ നിക്ഷേപവും സ്വരൂപിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഈ ലോക ചിന്തകൾക്കപ്പുറത്തേക്ക് വ്യാപരിക്കുകയാണ്. ഇഹലോക ജീവിതത്തിൽ നാം ഇല്ലാതായി പോകുമ്പോഴും പരലോകത്തിൽ നാം നിത്യതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ നിക്ഷേപങ്ങളും വളരുകയാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവ വിഷയമായി സമ്പന്നരാകുവാൻ ഈ നോമ്പുകാലം വ്രതാനുഷ്ഠാനങ്ങൾ സത്ചിന്തകൾ നമുക്ക് പ്രേരണ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.